ഇന്ന് ആദിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ഇനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പാലട പായസമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ഓടി ഒന്ന് കൊട്ടിയത്ത് പോയിട്ട് വന്നു കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് ആദ്യം ഒരു വൈറ്റ് ബോർഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. അത് വാങ്ങിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ദാണ്ട് ഈ ഒരു ക്രാഫ്റ്റിൻ്റെ പേപ്പർ അവൾ അറിയാതെ വാങ്ങിച്ചു വെച്ചിരുന്ന കേട്ടോ. അതും കൂടെ എടുത്തു കൊടുത്തു. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം കുറച്ചായിട്ട് പേപ്പറിനകത്തൊക്കെ കട്ട് ചെയ്ത് പൂക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നേ ഞാൻ വിചാരിച്ചു ഈ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. വാങ്ങിച്ചു കൊടുത്തപ്പം തന്നെ ഇത് കണക്ക് 2-3 ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും വൈകിട്ടത്തേക്കായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. കാര്യം കുക്കുവിൻ്റെ മക്കളും ആച്ചു അതിനും ഒക്കെ അവർ സ്കൂളിൽ പോയൊക്കെയായിരുന്നു. അവരെയും വിളിച്ചിട്ട് അവൾ വൈകുന്നേരമേ വരത്തുള്ളൂ. അപ്പം നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്നതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യക്ക് 10 വയസ്സായി എന്നുള്ളൊരു കാര്യം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല. 10 വർഷമായോ ഇവളെ കൈ കിട്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതും നിന്നതും എടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ആദ്യം എൻ്റെ അടുത്ത് കഥകൾ ചോദിക്കുമായിരുന്നു, വിശേഷങ്ങൾ. ഞാൻ എപ്പോഴാണ് കറക്റ്റ് ഞാൻ ജനിച്ചത്, അപ്പോൾ എന്നെ ആരാ ആദ്യം വാങ്ങിച്ചത്, ഓരോ ബർത്ത്ഡേയുടെ സമയം എപ്പോഴും ഇതേ കണക്കുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. അന്നെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിലും പിന്നെ അത് അവൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പറഞ്ഞു കൊടുക്കാൻ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഫുഡൊക്കെ കഴിക്കാനായിട്ട് കപ്സ ആയിട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അഖിലാണ് ഇന്ന് കപ്സ റെഡിയാക്കിയത്. അതുകൊണ്ട് എനിക്കിന്ന് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ആരുവിൻ്റെ 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. അവരെപ്പോഴും ആരുമായിട്ട് ഇവിടെ കളിക്കാനൊക്കെ വരുന്നതാണ്. അപ്പോൾ അവന്മാരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ എല്ലാവരും ചേർന്ന് ആദ്യയുടെ 10ാമത്തെ ബർത്ത്ഡേ കളറാക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം.